ഇന്ന് വിപ്പിയുടെ ജോലി നേരത്തെ കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് പറഞ്ഞപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങനെ ഓടിപ്പോയി റെഡിയായി. ഞാൻ ഇന്ന് രാവിലെ തൊട്ട് വീട്ടിലില്ലായിരുന്നു, രാത്രിയിലാണ് വന്നത്. അന്നേരം നമുക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ ടൈം ഇല്ലായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് നമ്മളൊരു തട്ടുകടയിൽ കയറിയിട്ട് ദോശയും സാമ്പാർ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ മാളിലോട്ട് പോയത്. നമ്മൾ മാളിലാണ് കൂടുതൽ സിനിമ കാണാൻ വരുന്നത്. പക്ഷേ എനിക്ക് കൃഷ്ണ തിയേറ്ററാണ് കേട്ടോ ഇഷ്ടം. ഇവിടെ വന്നാൽ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്, അവിടെ അത്ര എക്സ്പെൻസ് ഇല്ല. പിന്നെ വിപ്പി ഒന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് കുറേ നേരം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സാധാരണ ഞങ്ങൾ സിനിമ തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കയറുന്നത്. പക്ഷേ ഈ പ്രാവശ്യം 9:30 സിനിമയെന്നും പറഞ്ഞ് നേരത്തെ ഇറങ്ങി. പക്ഷേ 9:45 സിനിമ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ കൊച്ചിറക്കനും വന്ന സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കയറി ചെല്ലുമ്പോൾ ഇടുന്ന നമ്മുടെ സർക്കാരിൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, തിയേറ്ററിലുള്ളവരെല്ലാം ഭയങ്കര ചിരിയും കളിയാക്കലും ഒക്കെയാണ്. പക്ഷെ എനിക്ക് NH ഹൈവേയുടെ ഈ പരസ്യം ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ആ പാട്ടും എല്ലാം. പിന്നെ നമ്മൾ കാണാൻ പോയ സിനിമ അതാണ് സംഭവമായിരുന്നു. എന്ത് പറയണമെന്ന് അറിഞ്ഞൂടെ എനിക്ക് സിനിമയെക്കുറിച്ച്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കിങ്ങനെ എന്താണ് ഇവിടെ നടക്കുന്നതെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ സിനിമയ്ക്ക് വരുന്നത് മെയിനായിട്ട് പോപ്കോൺ കഴിച്ചുകൊണ്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വിപ്പി ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ പോയി പോപ്കോണൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഈ സിനിമയുണ്ടല്ലോ, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും കേട്ടോ. എനിക്ക് പടം മനസ്സിലായില്ലെന്ന് ഇവരോട് പറഞ്ഞപ്പോൾ വിപ്പി പറഞ്ഞതാണ് തലയ്ക്കകത്ത് എന്തെങ്കിലും വേണം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ അത് സത്യമായിട്ട് ഞാനും മിണ്ടാൻ പോയില്ല, തർക്കിക്കാൻ പോയില്ല. പിന്നെ എന്നെ കളിയാക്കി ചിരിക്കുന്ന പ്രസാദിപ്പാണ് ആ മുഖത്ത് കാണുന്നത്, അത് മൈൻഡ് ആക്കില്ല. പിന്നെ നമ്മുടെ കൊച്ചിറക്കെ റോഡിൽ കൂടെ നിന്ന് പറയായിരുന്നു ഒക്കെ ഇങ്ങനെയാണ് കഥ, ഒക്കെ അങ്ങനെയാണ് കഥയെന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാം മനസ്സിലാവുന്ന പോലെ തലയാട്ടിക്കൊണ്ടിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ